റിഫ്ലക്സ് ടെക് വെല്ലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 2.1 അതായത് ഹെവി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ആംപ്ലിഫയറും 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങും 12 ഇഞ്ച് JBL ഒറിജിനൽ സബ്വൂഫറും ബോക്സും കൂടി ഒരു കസ്റ്റമർ തന്നെയാണ്. അതായത് ഇത് ബാംഗ്ലൂർക്കാണ് കൊടുത്തുവിടുന്നത്. ആൾ ചിലപ്പോൾ ഇവിടെ വന്നെടുക്കും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫ്ലോർ സ്റ്റാൻഡിങ്ങിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നമ്മളതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ 4 ഊഫർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 8 ഇഞ്ച് വരാവുന്ന 4 ohms വരുന്ന 80 വാട്ട് വരാവുന്ന 8 ഇഞ്ച് ഊഫറാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ഒരു ബോക്സിനകത്ത് 2 8 ഇഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോക്സിൽ കൂടിയിട്ട് 4 8 ഇഞ്ച് ഊഫർ 80 വാട്ട്സ് വെച്ച് 4 ohms നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സീരീസ് ചെയ്തതിന് ശേഷം 8 ohms ആണ് ഒരു ബോക്സിൽ വന്നിരിക്കുന്നത്. മിഡ് റേഞ്ച് നമ്മൾ വന്നിരിക്കുന്നത് 5 ഇഞ്ചിലുള്ള മിഡ് റേഞ്ചാണ്. 8 ohms വരാവുന്ന 50 വാട്ടിൽ 8 ohms വരാവുന്ന നല്ല ഹൈ ക്വാളിറ്റി മിഡ് റേഞ്ചാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ട്യൂട്ടർ വന്നിരിക്കുന്നത് 4 ഇഞ്ചാണ്. അതും 8 ohms തന്നെയാണ്. 40 വാട്ട്സ് ആണ് അത് വന്നിരിക്കുന്നത്. ഈ ട്യൂട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് പഴയ ടൈപ്പിലുള്ള റിബൺ ട്യൂട്ടറിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതായത് നല്ല നൈസ് ആയിട്ടുള്ള ഒരു ട്രിബിളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. 40 8 ohms ആണ്. 4 ഇഞ്ച് സൈസാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 3-way ക്രോസ് ഓവർ ആണ്. അതായത് 3 ഫ്രീക്വൻസി, അതായത് ഹൈ മിഡ് ലോ അങ്ങനെ 3 ഫ്രീക്വൻസിയാണ് വന്നിരിക്കുന്നത്. 3-way ക്രോസ് ഓവർ ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നല്ല ഇത്തിരി വില കൂടിയ ക്രോസ് ഓവർ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബോക്സ് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോക്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിഫയറിന്റെ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചാനലിന് വേണ്ടിയിട്ട് 200+200 സബ് ഊഫറിന് വേണ്ടി 300 വാട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററുകളെല്ലാം തോഷിബ 5200 1943 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 6 ട്രാൻസിസ്റ്ററാണ്. 5200 1943 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 പെയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 300 വാട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഒരു ചാനലാണ്. അതായത് 5200 1943 തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചാനലിൽ 2 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചാനൽ 200 അടുത്ത ചാനൽ 200 വാട്ട്, അങ്ങനെ ടോട്ടലി 400 വാട്ടാണ് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി മാത്രം ലഭിക്കുന്നത്. ബോർഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് UPC IC തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. VT, അതായത് ബേസും ട്രിബിൾ ആയിട്ടുള്ളത്. സബ്വൂഫറിനെ കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു സബ്വൂഫർ പ്രീ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് സെപ്പറേറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ഡിജിറ്റൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സലിന് വേണ്ടിയിട്ട് നമ്മൾ G-Starന്റെ ഒരു ബോർഡ് ഇതിനകത്ത് സെപ്പറേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ഇൻപുട്ടുകൾ HDMI ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, കോയാക്സൽ ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട്, ഒരു FM-നുള്ള ഔട്ട് ഉണ്ട്, USB, ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ആംപ്ലിഫയറിൽ മൊത്തം ഇൻപുട്ടുകൾ വരുന്നത്. ഇൻപുട്ടുകളും അതുപോലെ തന്നെ സബ് ഊഫറിന്റെ ഔട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റിക്ക് എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിനിമ സോങ്സ് ഇടാത്തത്, യൂട്യൂബ് തരുന്ന സോങ്സ് ഇടുന്നത്. സിനിമ സോങ്സ് ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൻ്റെ റീൽസിൽ ഇതെല്ലാം ഇടാറുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മലയാളം തമിഴ് എന്നുള്ള രീതിയിലുള്ള നോർമലായിട്ടുള്ള ഫിലിം സോങ്സുകളൊക്കെ കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം, ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ഫുള്ള് പവർ സപ്ലൈ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ DC വോൾട്ട് എടുത്തിരിക്കുന്നത് 55 ആണ് എടുത്തിരിക്കുന്നത് 2 ബോർഡിനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ആണ് കാണുന്നത്. ഇതിൽ 10000-ന്റെ 100 വോൾട്ട് വരാവുന്ന 4 കപ്പാസിറ്ററാണ് നമ്മൾ 40000 കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ HDMI കാർഡിന് വേണ്ടി, പിന്നെ സബിൻ്റെ ഫിൽറ്ററിന്, BT ബോർഡിന് വേണ്ടി ഇതെല്ലാം സപ്ലൈ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സബ്വൂഫർ ഫിൽറ്റർ ബോർഡാണ്. 4558 JRC ആണ് ഇതിനകത്ത് 2 SMD ടൈപ്പ് IC ഉപയോഗിച്ചിരിക്കുന്നത്. BT ബോർഡിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് UPC 1892 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന IC. ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം 2.1 ഉപയോഗിക്കാറുള്ളത്. കുറച്ച് ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സബ്വൂഫർ ഫിൽറ്റർ കൂടി നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആണ് സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തോഷിബ 5200 1943 പെയറുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 300 വാട്ട് RMS ആണ് സബിന് വേണ്ടി മാത്രം ലഭിക്കുന്നത്. അതുകൂടാതെ പവർടെക്കിൻ്റെ തന്നെ നമ്മൾ 8 ട്രാൻസിസ്റ്റർ വരാവുന്ന 2 സ്റ്റീരിയോ ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് 200 റൈറ്റ് 200 എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങൾ നോക്കുമ്പോൾ അറിയും ഇതിലും ട്രാൻസിസ്റ്റർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5200 1943 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ പവർടെക്കിൻ്റെ തന്നെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് G-Starന്റെ 5.1 ആണ് ഈ കിറ്റ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ചാനൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഇൻപുട്ട് സെലക്ടർ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 2 കൂളിംഗ് ഫാനും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ഹീറ്റ് ആവില്ല എങ്കിലും കൊടുത്തു മാത്രം. അതുകൂടാതെ സ്പീക്കർ ഔട്ടുകളാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റും അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ഔട്ടും ഫ്യൂസോട് കൂടിയ ഒരു പവർ ഇൻപുട്ട് സോക്കറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വയറിംഗ് ആണ്. നല്ല ഗേജോട് കൂടിയുള്ള 0.5 mm വയർ ഇട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം ഫുള്ള് ഷീൽഡ് വയറിൽ തന്നെയാണ് മാക്സിമം കവർ ചെയ്തിട്ടാണ് എല്ലാ വയറിങ്ങും ഇതിൽ കൂടി പോയിരിക്കുന്നത്. ഈ ഭാഗത്താണ് USB പാനലിൻ്റെ ഫ്രണ്ട് ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ട് പാനലാണ് നമ്മൾ VU മീറ്റർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. HDMI വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ടിവിനെ HDMI ഓണാക്കി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ HDMIയിലേക്ക് കണക്ട് ചെയ്തു. നമ്മൾ ഇതിനകത്ത് സബ് വൂഫർ കൊടുത്തിട്ടില്ല. ഈ 2 ഫ്ലോർ സ്റ്റാൻഡിങ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സബ് വൂഫറിൻ്റെ വോളിയം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. 2 ഫ്ലോർ സ്റ്റാൻഡിങ് മാത്രമാണ്. നമ്മൾ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചെറിയ റീമിക്സ് പാട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. கவிதை படி. ഡീറ്റെയിലും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. കോൾ വിളിക്കാൻ നോക്കുക. IMO കോൾ, അതുപോലെ തന്നെ വാട്സപ്പ് കോൾ, നോർമൽ കോൾ ഏതായാലും കുഴപ്പമില്ല. കോൾ വിളിക്കാൻ നോക്കുക. ചാറ്റിങ്ങിൽ കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ജസ്റ്റ് ഒരു വില മാത്രം പറയാനേ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാനായിട്ട് ചാറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നോക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.